ഇന്നിവിടെ ചിലതൊക്കെ സംഭവിക്കും. എനിക്കിവിടെ എന്ത് വേണമെങ്കിൽ ഇന്ന് കൃഷ്ണൻ്റെ ഡേയാ. അടുത്തത് അതിനുള്ളൊരു പരിഹാരമായിട്ട് guys, welcome to D Vlogs. Blue skies, summer nights, chasing dreams and catching flights. Music out, take a drive. By the sea, VIP, drinking smoothies on the beach. Take a sip for the. അപ്പോൾ ഇങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളും ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ ഇപ്പം ഞാനൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നത്. എന്താണെന്ന് വെച്ചാൽ അതൊരു കുഞ്ഞു സർപ്രൈസാണ്. ഇന്നിവിടെ ചിലതൊക്കെ സംഭവിക്കും. എന്താണെന്നല്ലേ, എന്താണെന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ എത്തുന്നേ ഉള്ളൂ. അപ്പോൾ വന്നിട്ട് എന്താണ് ഞാൻ പറയാം, ആരാ എന്താന്നൊക്കെ എന്നിട്ട് ഞാൻ പറയാം. പിന്നെന്താ, പിന്നെ നമുക്കൊരു ചേച്ചീൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് കേട്ടോ, ഏട്ടൻ വന്നിട്ടുണ്ട്. അതിൻ്റെയും സന്തോഷമുണ്ട്. പിന്നെന്താ, അപ്പോൾ നമ്മുടെ ആ സർപ്രൈസ്, നമ്മുടെ ഇത് വരുന്നത് വരെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് അങ്ങ് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ താഴോട്ട് പോയി നോക്കട്ടെ. അമ്മയ്ക്ക് ഇന്ന് ഷോപ്പിൽ പോകണം, പാർലറിൽ പോകണം. അപ്പം അമ്മ അതിൻ്റെ തിരക്കിട്ട ജോലി തീർക്കൽ പരിപാടിയിലാണ്. അപ്പം ഞാനും പോയി ഹെൽപ്പ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. ഇല്ലേ എനിക്കിപ്പോൾ കേക്ക് എന്നെ ഇവിടുന്ന് പറപ്പിക്കും. അപ്പോൾ ഞാൻ പോയിട്ട് ടാറ്റാ. യേശു ഹായ് പറ. അപ്പോൾ ഞാൻ എന്താ മുത്താറി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞങ്ങളൊരു 11:30-12 മണി സമയത്ത് ദിവസവും മുത്താറി കുടിക്കും. സൈഡിൽ നിന്ന് ഇങ്ങനെ ഉപ്പേരി ആവുന്നുണ്ട്. ഞാനല്ല കേട്ടോ, അമ്മ വെച്ചതാണ്. അപ്പോൾ മുത്താറി ഞാനിതിങ്ങനെ മുത്താറി ഇത് എല്ലാം സെറ്റാക്കി തന്നത് അമ്മയാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി, വലിയ പണിയൊന്നുമില്ല. അങ്ങനെ മുത്താറയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ എന്ത് ചൂടല്ലേ, പുറത്ത് ഇറങ്ങാൻ പറ്റില്ല. എന്തിനു പുറത്ത്, അകത്ത് തന്നെ ഇരിക്കാൻ പറ്റുന്നില്ല. എന്തൊരു ചൂടാണോ. പിന്നെന്താ, പിന്നെ ചെറിയൊരു സങ്കടമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അച്ചേച്ചിയും കൃഷിയൊക്കെ ഇന്ന് അങ്ങോട്ട് പോവുകയാണ്, ചൊക്ലിക്ക് പോവുകയാണ്. അതിൻ്റെ സങ്കടമുണ്ട്. പിന്നെ പെട്ടെന്ന് തിരിച്ച് വരും കേട്ടോ. അപ്പോൾ പിന്നെന്താ ചേച്ചി ഇതാ കൃഷിനെ റെഡി ആക്കുകയാണ്. ഇന്ന് കൃഷിൻ്റെ ഡേയാ. കൃഷിന് പുതിയ ടോയ് ഒക്കെ കിട്ടി. കൃഷിൻ്റെ പപ്പ പുതിയ ടോയ് ഒക്കെ കൊണ്ട് കൊടുത്തേക്ക്. അതിൻ്റെ ഭയങ്കര ജാടയാണ് കൃഷ്ണന്. ഇതാ കൃഷ്ണൻ്റെ ഡാൻസിങ് ബോയ്. എന്ത് കൃഷ് ബേബി നല്ല മയക്കത്തിലാണ്. അപ്പം ഞാൻ പറഞ്ഞ സർപ്രൈസ് വരുന്നതിന് മുമ്പ് അച്ചേച്ചി കൃഷുവിനെ റെഡിയാക്കേണ്ട തത്രപ്പാടിലാണ്. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്നവന് കണ്ണീരി കൊടുക്കുന്നുണ്ട്, എല്ലാം മേക്കപ്പിലൊക്കെയാണ്. അങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സർപ്രൈസ്. അപ്പോൾ ഇന്ന് കൃഷുവിൻ്റെ ഫസ്റ്റ് ഫോട്ടോഷൂട്ടാണ്. അങ്ങനെ ഇത് അച്ചേച്ചി വെള്ളം കൊണ്ടുകൊടുക്കുക. ഞാൻ പെണ്ണുകളെന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവരുണ്ടായിരുന്നു പിന്നിൽ. അതാണ് അവളുടെ എക്സ്പ്രഷൻ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം അവരെന്തൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാ കൃഷുവിനെ ഇവിടെ അവൻ്റെ പപ്പ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ് ബേബി നല്ല മൂഡിലാണ് കേട്ടോ. കൃഷ് ബേബി വന്നിട്ട് കച്ചറയൊന്നും ഇല്ലായിരുന്നു, നല്ല മൂഡിലാണ്. അപ്പോൾ നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടുന്നതാണ് വിചാരിക്കുന്നത്. ഇവിടെ ഇതാ അവരെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ തുണി ഇതൊക്കെ അവർ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് ഫോട്ടോ എടുക്കുന്ന ആളെന്ന് പറഞ്ഞാൽ എൻ്റെയും ഏച്ചീൻ്റെയും ഒക്കെ കല്യാണത്തിൻ്റെയും
എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെയും ഒക്കെ വർക്ക് ചെയ്തത് ഇവരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൃഷുവിൻ്റെ 4th month ഫോട്ടോഷൂട്ട് ചെയ്തില്ലായിരുന്നു. പിന്നെ ഞാൻ തന്നെയാണ് ഫോട്ടോഗ്രാഫറും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ചോദിച്ചതാണ് കേട്ടോ വരട്ടെ, അങ്ങനെ തന്നെ ഒരു തീമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചോദിച്ചായിരുന്നു. അങ്ങനത്തെ നമ്മുടെ ഫോട്ടോഷൂട്ട് ആരംഭിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇരിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ചോദിച്ചപ്പോൾ കൃഷുവിൻ്റെ ബാത്ത് ചെയർ എടുത്ത് വന്ന് ചെറുതായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി. പക്ഷേ അപ്പോഴത്തേക്കും അവൻ്റെ മൂഡ് ചെറുതായി ഒന്ന് മാറി തുടങ്ങി. അങ്ങനെ അവനെ എടുത്ത ഫോട്ടോസൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുവാണ് കേട്ടോ. അങ്ങനെ കുറച്ച് അവനെ കളിപ്പിക്കുകയൊക്കെ ചെയ്ത് അവൻ്റെ മൂഡൊക്കെ ഒന്ന് മാറ്റി അവനൊന്ന് സെറ്റാക്കി പിന്നെ അവിടെ ഇരുത്തി. അപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര സീരിയസ് പാചക പരിപാടിയിലാണ്. അപ്പോൾ അവർ മുന്നിൽ കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കണ്ടിട്ട് ഏതെടുക്കണ്ടെന്നൊന്നും മനസ്സിലാവാത്ത അവസ്ഥയാണ്. ഭയങ്കര സീരിയസ് ആണ് കേട്ടോ. നമ്മളൊന്നും വിളിച്ചിട്ടൊന്നും നോക്കുന്നില്ല. ഭയങ്കര അവന് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ എടുക്കേണ്ട തിരക്കിലാണ്. അങ്ങനെ നമ്മൾ വിളിച്ചിങ്ങനെ ശല്യം ചെയ്യുമ്പോൾ അവന് ദേഷ്യം വരിക. ഞാനൊന്നത് ചെയ്തോട്ടെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ദേഷ്യം വരികയാണ്. ഇടയ്ക്ക് നോക്കി ചിരിക്കുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ ആദ്യത്തെ പോലെ ചിരിപ്പിക്കാനൊന്നും വലിയ പാടില്ല കേട്ടോ. നമ്മൾ 4th month ഞാൻ എടുത്ത ഫോട്ടോസ് ആണെങ്കിൽ അത് പെട്ടെന്ന് കഴിഞ്ഞിരുന്നു കേട്ടോ. പെട്ടെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ എൻ്റെ അമ്മ ഒരുപാട് സമയം എടുത്ത് ഇങ്ങനെ കളിച്ച് എൻ്റെ അമ്മ എത്ര കളിച്ചാലെന്നറിയോ ഒരു നല്ല ഫോട്ടോ കിട്ടും. പക്ഷേ 4th month ഫോട്ടോ പെട്ടെന്ന് കിട്ടിയിരുന്നു. പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പം ചിരിപ്പിക്കാനെങ്കിൽ വലിയ പാടൊന്നുമില്ല. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ അവനെ ഫുൾ ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ ചുറ്റിലിരുന്ന് ലൈറ്റ് കാണുന്നുണ്ട്, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പിന്നെ സ്പൂൺ ഇതൊക്കെ കണ്ടിട്ട് അവനാകെ ഒരു എന്താ ചെയ്യേണ്ടതെന്നില്ല ഒരു ഇതിലാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വിളിക്കുമ്പോഴൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൻ്റെ ശ്രദ്ധ വേറെയാണ്. അതുകൊണ്ട് കുറച്ചൊന്ന് ഇതായി. എന്നാലും പെട്ടെന്ന് കുറേ ഫോട്ടോ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കുറേ നല്ല ഫോട്ടോസൊക്കെ കിട്ടി. അപ്പം ഞാൻ എല്ലാ ഫോട്ടോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു വീഡിയോ ആയിട്ട് ഒരു ഷോർട്സ് ആയിട്ടെങ്കിലും ഞാൻ ഇടുന്നുണ്ട്. ഇരുത്തിയിട്ട് കുറേ നല്ല ഫോട്ടോസൊക്കെ കിട്ടി കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പോൾ കമഴ്ത്തി കിടത്തിയിട്ടുള്ള ട്രൈയിലാണ്. അപ്പോൾ ചിരിപ്പിക്കാനായിട്ട് എല്ലാവരും മുന്നിൽ വന്നിങ്ങനെ നിൽക്കുവാണ്. എല്ലാവരും പല കോപ്രായങ്ങളും കാണിച്ച് ചിരിപ്പിക്കാനുള്ള തിരക്കിലാണ്. അങ്ങനെ ഒരു സെഷൻ ഓഫ് ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. കുറേ നല്ല ഫോട്ടോസൊക്കെ കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞ് എന്തെങ്കിലും കഴിക്കട്ടെ വിചാരിച്ച് രാവിലെ കഴിച്ചാണ്. പിന്നെ ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പം ബ്രേക്ക് ടൈം. ഹായ് പറ. അങ്ങനെ ബ്രേക്ക് ടൈം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത സെഷൻ ഓഫ് ഫോട്ടോഷൂട്ടിലേക്ക് കിടക്കുകയാണ്. അതിനുവേണ്ടി അച്ചച്ചി കുറച്ച് ടെഡീസൊക്കെ പൊടിതട്ടി എടുക്കുകയാണ്. അതിൽ കുറച്ചൊക്കെ എൻ്റേതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തീം മാറ്റി ഇപ്പോൾ ടെഡീസ് വെച്ചിട്ടാണ് എടുക്കാൻ പോകുന്നത്. അതിലുള്ള വലിയ ടെഡി ഉണ്ടല്ലോ, അതെനിക്ക് അശി വാങ്ങി തന്നതാണ് കേട്ടോ. എങ്ങനെയുണ്ട് കൊള്ളാമ്പോൾ. അപ്പോൾ അവന് നമ്മളൊരു തൊപ്പിയൊക്കെ വെച്ച് കൊടുത്ത് ഷർട്ടൊന്നും ഇടണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു വൈറ്റ് പാൻറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അവനെ ചുള്ള നക്കി കിടത്തി ണ്ട്. അവന് പക്ഷേ ഒന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അവൻ ആ പില്ലോ വെച്ച് കളിക്കുകയാണ്. നമ്മൾ വിളിച്ചിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് മൈൻഡ് ചെയ്യും, പിന്നെയും പോവും. അങ്ങനെ പില്ലോ വെച്ചിട്ടുള്ള കളിയാണ് മുപ്പര് ഫുള്ള്. പിന്നെ അവൻ്റെ ഡാൻസിങ് ബോയൊക്കെ ഫ്രണ്ടിൽ വെച്ച് ഇടയ്ക്ക് അതൊന്നൊക്കെ നോക്കുന്നുണ്ട്. എന്നാലും അവൻ്റെ ശ്രദ്ധ മുഴുവൻ ആ പില്ലോയിലായിരുന്നു. ഇതൊന്നും ഇതുവരെ കണ്ടിട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഇതൊക്കെ ഇവരൊന്ന് കാണുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു മുപ്പര്. ഇടയ്ക്ക് ഇത് ആശി വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. എല്ലാം ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവന് ചൂടെടുത്തിട്ടാണോ എന്നറിയില്ല. ഇടയ്ക്ക് ഒരു തുള്ളിക്കളിയൊക്കെ ഉണ്ട്, പഠിച്ചുകളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ വീശി കൊടുക്കുന്നുണ്ട്. നമ്മളല്ല, അവൻ്റെ പപ്പ വീശി കൊടുക്കുന്നുണ്ട്. പിന്നെ ടെഡീൻ്റെ മുകളിൽ ഇരിപ്പിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. അവനത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അതും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞതാ ഫുഡൊക്കെ എടുത്ത് വെച്ചപ്പോഴേക്കും ഉച്ചയായി. 2 മണി എങ്ങാണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് വെച്ചതാ അവർ ഫുഡ് കഴിക്കുകയാണ്.
അങ്ങനെ ഫുഡ് കഴിക്കുന്നതിനിടയിൽ പിന്നെ എൻ്റെ മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്തെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങളും. അപ്പോൾ അത് കഴിഞ്ഞ് അവർ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും ചേച്ചിയും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ ചേച്ചി അതിൻ്റെ ഇടയിൽ അവൾക്കും ഫോട്ടോ എടുക്കണമായിരുന്നു. അപ്പോൾ അവരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പോൾ അവൾ വേഗം കഴിച്ചിട്ട് ഇതാ മേക്കപ്പിലാണ്. എന്താ അല്ലേ, വെറും മേക്കപ്പാണ്, ഫുൾ പുട്ടിയാണ്. ചുമ്മാ പറഞ്ഞാൽ കേട്ടോ, അങ്ങനെ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഒരുങ്ങി വന്നതാണ്. അപ്പോഴേക്കിതാ നമ്മൾ കൃഷുവിനെ അവൻ്റെ പപ്പയും അച്ചച്ചനും അമ്മമ്മയും കൂടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. പാവം അവനവിടെ കിടന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയ്യോ, ഒരു സേട്ടുപ്പാപ്പ ആവാൻ പോവാണ്. സേട്ടു കൃഷാണിത്. അങ്ങനെ എന്താ 3 പേരും വൈറ്റിലാണ്. എന്താ അവരുടെ ഫോട്ടോസ് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നോടും കുറേ പറഞ്ഞു കേട്ടോ, റെഡിയായി വന്നോ ഫോട്ടോ എടുക്കാമെന്നൊക്കെ എന്നോടും കുറേ പറഞ്ഞു. പിന്നെ എനിക്ക് ഒരു ഭയങ്കര മടിയായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ കഴിഞ്ഞപ്പോൾ പിന്നെ അച്ചച്ചൻ്റെയും അമ്മമ്മേൻ്റെയും കൂടെ കൃഷി ഫോട്ടോ എടുക്കുകയാണ്. ചേച്ചിക്കാണെങ്കിൽ എടുത്തിട്ട് മതിയാകുന്നില്ല കേട്ടോ, അവർക്ക് പിന്നെയും പോയി എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പോകാനുള്ളതുകൊണ്ട് അവർ കുറച്ചെടുത്തിട്ട് അങ്ങ് പോയി. അങ്ങനെ അവർ പോയി. ഇനി അടുത്ത പാക്കിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, അച്ചേച്ചിയൊക്കെ ഇന്ന് അങ്ങോട്ട് ചൊക്ലിക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങിൻ്റെ തിരക്കിലാണ് അച്ചേച്ചി. ഇപ്പോൾ കൃഷു എൻ്റെ അടുത്താണ്, ഞാൻ ഇങ്ങനെ കളിപ്പിക്കുകയാണ്. ഇങ്ങനെ കിടത്തി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കഴുത്ത് തിരിച്ച് ഇങ്ങനെ നോക്കൂട്ടോ. You're my pumpkin, hello honey bunny. I'm your dumpling, hello honey bunny. Feeling something, hello honey bunny, toko. You're my pumpkin, hello honey bunny. I'm your dumpling, hello honey bunny. Feeling something, hello honey bunny, toko. അങ്ങനെ ഇതാ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് അവരിറങ്ങുവാണ്. ഞാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ വീടിറങ്ങിയതുപോലെ ആയിരിക്കും കൃഷി പോയതുകൊണ്ട്. കൃഷിയുള്ളപ്പം ഇങ്ങനെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കും. ഇപ്പം ഇനിയിപ്പം എന്തോ പോലെ ആയിരിക്കും. പക്ഷെ അവർ പെട്ടെന്ന് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ചെറിയ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവർ പോയി, എല്ലാവരും കെട്ടുമ്പാണ്ടൊക്കെ എടുത്ത് പോയി. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. അമ്മ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയും പേരാമ്പ്രയ്ക്ക് പോയി, ഷോപ്പിലേക്ക് പോയി. അർജൻറ്റായിട്ടൊരു കസ്റ്റമർ വിളിച്ച് അങ്ങനെ പോകുന്നില്ല എന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ കസ്റ്റമർ വിളിച്ച് അങ്ങനെ പോയതാണ്. അപ്പോൾ ഇവരും പോയി. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കിവിടെ എന്ത് വേണമെങ്കിലും കളിക്കാം. കളിക്കുന്നില്ല കേട്ടോ, പാവം ഞാൻ ഒറ്റയ്ക്ക്. എനിക്ക് സുഖമായിട്ട് കിടന്ന് അങ്ങോട്ട് ഇറങ്ങണം. വേറെ എന്ത് പണി? പിന്നെന്താ എൻ്റെ അടുത്ത് ഹെയർ കെയർ വീഡിയോ ഇടുമെന്ന് ചോദിച്ചിരുന്നു കുറേ പേര്. അടുത്ത് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ, ഹെയർ കെയർ വീഡിയോ. അപ്പോൾ ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് ഒരുപാട് പേര് ഈ ഹെയർ ഫോളൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. എനിക്കും ഉണ്ട്. അത് ഇല്ലാത്ത ചുരുക്കം പേരെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ ഒരു കാലാവസ്ഥയിൽ മുടിയൊന്നും പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞാനും ഭയങ്കര സങ്കടത്തിലാണ്. എനിക്ക് നന്നായി കൊഴിയുന്നുണ്ട് മുടി. അപ്പോൾ ഞാൻ എന്തായാലും അടുത്തത് അതിനുള്ളൊരു പരിഹാരമായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവരും പോയി. ഇനിയിപ്പം ഞാൻ എന്ത് കാണിക്കാനാ? അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ കൃഷുവിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം. ഒരു വീഡിയോ ആയിട്ട് മീൻസ് ഫോട്ടോസ് മാത്രം ഞാനൊരു വീഡിയോ ഇടാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാം പറഞ്ഞതുപോലെ. ടാറ്റാ.